അസ്മിത പട്ടേൽ ഷീ വോൾഫ് ഓഫ് സ്റ്റോക്ക് മാർക്കറ്റ് എന്നറിയപ്പെട്ടിരുന്ന ഒരു വ്യക്തി 5 മിനിറ്റ് കൊണ്ട് 50,000 രൂപയുടെ പ്രോഫിറ്റ് നേടിത്തരാൻ കഴിവുള്ള സീക്രട്ട് സ്ട്രാറ്റജി കയ്യിൽ വെച്ചിരുന്ന ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ഗുരുജി. കപിൽ ദേവ് ഉൾപ്പെടെയുള്ള സെലിബ്രിറ്റീസിനെ തനിക്ക് വേണ്ടി മാർക്കറ്റിങ്ങിന് യൂസ് ചെയ്ത ഒരു വ്യക്തി. 17 വർഷത്തെ ട്രേഡിംഗ് എക്സ്പീരിയൻസും 10 വർഷത്തെ ടീച്ചിങ് എക്സ്പീരിയൻസും ഉണ്ടെന്നായിരുന്നു അസ്മിത പട്ടേൽ പറഞ്ഞിരുന്നത്. അസ്മിത പട്ടേൽ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അസ്മിത പട്ടേൽ ഗ്ലോബൽ സ്കൂൾ ഓഫ് ട്രേഡ് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ വഴി 2 കോഴ്സുകളാണ് ഓഫർ ചെയ്തത്. ആദ്യത്തെ കോഴ്സ് 3 ദിവസത്തെ കാലാവധിയുള്ള കോഴ്സായിരുന്നു. ആ 3 ദിവസത്തെ കോഴ്സിന് ഏറെക്കുറെ ഒരു 7,000 രൂപയുടെ ചിലവായിരുന്നു ഉണ്ടായിരുന്നത്. അടുത്ത കോഴ്സ് എന്ന് പറയുന്നത് മാസ്റ്റർ ഓഫ് പ്രൈസ് ആക്ഷൻ ട്രേഡിംഗ് എന്ന് പറയുന്നൊരു കോഴ്സാണ്. സോ ഈ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ വന്നത് 7 മാസമായിരുന്നു. എന്നാൽ ഈ കോഴ്സിൻ്റെ ചിലവെന്ന് പറയുന്നത് 8,26,000 രൂപയായിരുന്നു. 8,26,000 രൂപ ഒരാൾ എങ്ങനെ ഒരു കോഴ്സ് പഠിക്കാനായിട്ട് കൊടുക്കും, അല്ലെങ്കിൽ എങ്ങനെ കൊടുക്കും ഒന്നും അറിയാതെ. സോ അവിടെയായിരുന്നു അസ്മിത പട്ടേൽ ചെയ്തിരുന്ന ഒരു കാര്യം. എന്തായിരുന്നു വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, 8,26,000 രൂപ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് കുറച്ച് ടെലിഗ്രാം ചാനലിലെ ലോഗിൻ ആയിരുന്നു. ഇവിടെ നിങ്ങളെ പറയുന്നത് ഒരിക്കലും ഒരു ട്രേഡ് പഠിക്കാനോ അല്ലെങ്കിൽ ഒരു കാര്യത്തെപ്പറ്റി പഠിപ്പിക്കുകയോ അല്ല. അതേസമയം അവിടെ കറക്റ്റായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾക്ക് കിട്ടുമായിരുന്നു. അതായത് നിങ്ങൾ എവിടെ ബൈ ചെയ്യണം, എവിടെ സെല്ല് ചെയ്യണം, അല്ലെങ്കിൽ ഏത് സമയത്ത് ബൈ ചെയ്യണം, ഏത് സമയത്ത് സെല്ല് ചെയ്യണം എന്ന് പറയുന്നത് പോലും. അസ്മിത പട്ടേൽ സജസ്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റോക്ക് ബ്രോക്കർ വഴി മാത്രമായിരുന്നു ആൾക്കാരെ കൊണ്ട് ട്രേഡ് എടുപ്പിച്ചിരുന്നത്. സോ അതിൻ്റെ ഒരു പെർസെൻറ്റേജ് ഓഫ് കമ്മീഷൻ പോലും അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നു. 5 ലക്ഷം രൂപയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണമെന്നാണ് അവരവരുടെ ക്ലയൻസിനോട് പറഞ്ഞത്. ട്രംപിൻ്റെ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറയുന്ന പോലെ ഇവർക്കും ഉണ്ടായിരുന്നു ലെറ്റ്സ് മേക്ക് ഇന്ത്യ ട്രേഡ് എന്നൊരു സ്ലോഗൻ. മാർക്കറ്റിംഗ് എന്ന് പറയുന്ന സ്ട്രാറ്റജി വളരെ ഭംഗിയായി അസ്മിത പട്ടേൽ ചെയ്തു. അതിപ്പോൾ ഈ പറഞ്ഞ പോലെ വലിയ വലിയ സെലിബ്രിറ്റീസ് മാത്രമല്ല, നല്ല നല്ല ടെസ്റ്റിമോണിയൽസ് വഴിയും, അതായത് JP മോർഗൻ പോലുള്ള കമ്പനിയിലെ എംപ്ലോയീസിനെ വരെ ഉപയോഗിച്ചുകൊണ്ട്, ഫേക്ക് ആണോ എന്നറിയില്ല, പക്ഷേ അതുവരെ ഉപയോഗിച്ചുകൊണ്ട് അവർ മാർക്കറ്റിംഗ് നടത്തി. പിന്നീടുള്ളതായിരുന്നു കോമൺ ആയിട്ടുള്ള ആൾക്കാർ. അതായത് കൊറോണയുടെ സമയമാണ്, കോവിഡാണ്, ആൾക്കാർക്ക് ജോലി നഷ്ടപ്പെടുന്നു. സോ ഇതിൽ തന്നെ ഹൗസ് വൈഫ്സ് എന്ന് പറയുന്ന ആൾക്കാർക്ക് ഒരു ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അവർ നോക്കി. അവരൊരു ഹൗസ് വൈഫിൻ്റെ ഒരു ടെസ്റ്റിമോണിയൽ കൊടുത്തത് 10 ലക്ഷം രൂപയായിട്ട് 2019 വന്ന ഒരു ഹൗസ് വൈഫ് 2 വർഷം കൊണ്ട് 3 കോടി രൂപയാണ് ഉണ്ടാക്കിയതെന്നാണ്. സോ ഇത് കാണുമ്പോൾ നോർമലി എന്താ സംഭവിക്കുക, ഇഷ്ടം പോലെ ഒത്തിരി ഹൗസ് വൈഫ്സ് ഉണ്ടല്ലേ, അവർക്കൊരു ഇൻകം അല്ലെങ്കിൽ അവരൊരു ഇൻകത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർ. സോ അവർ എത്രയും പെട്ടെന്ന് തന്നെ അവിടെ പോയി കോൺടാക്ട് ചെയ്യും, എങ്ങനെയെങ്കിലുമൊക്കെ പൈസ ഉണ്ടാക്കി അത് പഠിച്ചെടുക്കും. കാരണം അവർക്ക് ഒരു ഇൻകം സോഴ്സ് അത്യാവശ്യമാണല്ലോ. 200 കോടിയുടെയും 300 കോടിയുടെ ഇടയ്ക്ക് ക്യാപിറ്റൽ ഹാൻഡിൽ ചെയ്തു എന്ന് പറഞ്ഞ അസ്മിത പട്ടേലിനെ സെബി അന്വേഷിച്ചപ്പോൾ കണ്ടുപിടിച്ചത് ഏറെക്കുറെ 15 കോടിയുടെ മാത്രം ട്രാൻസാക്ഷൻസ് ആയിരുന്നു. അതിൽ അവരുണ്ടാക്കിയ പ്രോഫിറ്റ് എന്ന് പറയുന്നത് വെറും 12 ലക്ഷം രൂപയായിരുന്നു. സോ അവരുടെ പ്രോഫിറ്റ് അവരുടെ ട്രേഡ് അല്ലായിരുന്നു, പകരം അവർ പറ്റിക്കപ്പെട്ട ആൾക്കാരുടെ കോഴ്സിൻ്റെ പൈസയും അതുപോലെ തന്നെ അവർ പറ്റിക്കപ്പെട്ട ആൾക്കാരുടെ ഡെപ്പോസിറ്റിൽ നിന്ന് അവർക്ക് കിട്ടിയ കമ്മീഷൻ എമൗണ്ടും ആയിരുന്നു. റൂൾസ് ആൻഡ് റെഗുലേഷൻ വെച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സെബിയുടെ നിയമങ്ങൾ അനുസരിച്ച് സെബി രജിസ്റ്റേർഡ് അല്ലാത്ത ഒരു ബ്രോക്കറിന് ഒരിക്കലും പോയിട്ട് ഒരു സ്റ്റോക്കിനെ പറ്റിയോ ഒരു ഷെയറിനെ പറ്റിയോ ഒന്നിനെ പറ്റി ഒരു സജഷൻ ആർക്കും കൊടുക്കാൻ പറ്റത്തില്ല. ഈ ഒരു ഫ്രോഡിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നമുക്കുള്ള ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ കോമ്പീറ്റ് ചെയ്യേണ്ടത് വലിയ വലിയ ഇൻവെസ്റ്റർ ബയ്യേഴ്സുമായിട്ടാണ്, അല്ലേ, വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ടാണ്. സോ അത്രയ്ക്കുള്ളൊരു നോളജ് ഇല്ലെങ്കിൽ പോലും, അതിൻ്റെ ഒരു പകുതി നോളജ് പോലും ഇല്ലാതെ നമ്മൾ കണ്ണും പൂട്ടി പോയി ട്രേഡ് എടുക്കുക, അല്ലെങ്കിൽ കണ്ണും പൂട്ടി നമ്മൾ ഒരു സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നതാണ് നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയ അബദ്ധം. ഇതൊരിക്കലും നമുക്കൊരു ഗെയിനോ അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റോ നേടിത്തരാൻ പോകുന്നില്ല. കുറച്ച് നാളത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് നേരത്തേക്ക് കുറച്ച് പ്രോഫിറ്റ് നമ്മൾ കാണും. എന്നാൽ ഓട്ടോമാറ്റിക്കലി ഒരു ലോങ് ടൈമിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ക്യാപിറ്റൽ, നമ്മുടെ ലോസും ആയിരിക്കും ബാക്കി ഉണ്ടാകുക. ഇപ്പോൾ അസ്മിത പട്ടേൽ മാത്രമല്ല, ഒത്തിരി ഉദാഹരണങ്ങൾ നമുക്ക് ചുറ്റും സംഭവിച്ചിട്ടുണ്ട്, ഇനി സംഭവിക്കാൻ ഇരിക്കുന്നുമുണ്ട്. മനുഷ്യൻ്റെ ആർത്തി, അതായത് മനുഷ്യന് പൈസയോടുള്ള ആർത്തി, ഒരിക്കലും പൈസ വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, പൈസ വേണം. പക്ഷേ ആ പൈസ നമുക്ക് കിട്ടുമ്പോൾ നമുക്കതിനുള്ള ഒരു നോളജ് ഉണ്ടോ, അല്ലെങ്കിൽ നമുക്കതിനുള്ള ഒരു അറിവുണ്ടെങ്കിൽ മാത്രം അതിലേക്ക് പോവുകയാണെങ്കിൽ അതൊരു ലീഗലായിട്ട്, അല്ലെങ്കിൽ അതൊരു ഡിവോട്ടഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമായിട്ട് ഞാൻ പറയും. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയുടെ ഒരു ഉള്ളടക്കം ഇത്രയേ ഉള്ളൂ. നമ്മൾ പഠിക്കുക, സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റുകളെ പറ്റി പഠിക്കുക. യൂട്യൂബിൽ ഒത്തിരി ചാനലിൽ ഒത്തിരി വീഡിയോസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. സോ അതെല്ലാം നോക്കി നമ്മൾ പഠിച്ചിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കി തരാമെന്ന് പറയുന്ന ആരെങ്കിലും നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒഴിവാക്കുന്നതായിരിക്കും ഭേദം. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ലോജിക്കുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഐഡിയാസ് ഉപയോഗിച്ച് നിങ്ങൾ പഠിച്ച് നിങ്ങൾ ട്രേഡ് എടുത്ത് പ്രോഫിറ്റ് ഉണ്ടാക്കുമ്പോൾ മാത്രമേ നിങ്ങളൊരു ലോങ് ടേം ട്രേഡർ എന്ന നിലയിൽ എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു പോർഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങളവിടെ തട്ടിപ്പോവും. സോ ആത്മാർത്ഥമായിട്ട് ഈ ഒരു ഫീൽഡിൽ നിൽക്കണമെങ്കിൽ എൻ്റെ ചെറിയ നാളത്തെ ഒരു അനുഭവം വെച്ചിട്ട് പഠിക്കുക, പഠിച്ചതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക.